ഇന്ധനവില കൂടിയിരിക്കുന്നതുകൊണ്ടും ഹോബിയായിട്ടും വ്യായാമത്തിനുമെല്ലാം സൈക്കിൾ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ അവരുടെയൊക്കെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് രാത്രിയിൽ സഞ്ചരിക്കാൻ നല്ല വെളിച്ചമുള്ള ഒരു ഹെഡ്ലൈറ്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ സൈക്കിൾ സവാരി ഇഷ്ടപ്പെടുന്നവർക്ക് ഇൻഡിക്കേറ്ററും ഹോണും അടക്കമുള്ള നല്ല വെളിച്ചമുള്ള ഹെഡ്ലൈറ്റുകളും നമ്മുടെ സാധാരണ തലയിൽ വെക്കുന്ന ടൈപ്പ് സാധാരണ ഹെഡ്ലൈറ്റുകളും എല്ലാം എങ്ങനെ നമ്മുടെ സൈക്കിളിൽ ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓൺ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. ഇനി നമ്മൾ ഇതിന്റെ വർക്ക് ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമ്മൾ സൈക്കിളിൽ വെക്കാൻ പോകുന്നത് സാധാരണ തലയിലൊക്കെ വെക്കുന്ന ടൈപ്പ് ഹെഡ്ലൈറ്റ് ആണ്. ഇത് സാധാരണ ഒരു ഹെഡ്ലൈറ്റ് അല്ല, ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് സൈക്കിളിൽ വെക്കണമെങ്കിൽ വാട്ടർ പ്രൂഫ് ആയിരിക്കണം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന 2 ഹെഡ്ലൈറ്റുകളും വാട്ടർ പ്രൂഫാണ്. അപ്പോൾ നമുക്ക് ഇത് തലയിൽ വെക്കുന്ന ആ സ്ട്രാപ്പ് നമുക്ക് ആവശ്യമില്ല. ഇത് നമുക്ക് കറണ്ടിൽ നിന്ന് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ചാർജർ അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ചാർജർ കുത്തുവാനുള്ള സോക്കറ്റ്. അതിലേക്ക് ഇതുപോലെ ചാർജർ കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യുമ്പോൾ ഇത് ചാർജ് കയറുമ്പോൾ റെഡ് ലൈറ്റും ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ ഗ്രീൻ ഇൻഡിക്കേറ്ററുമാണ് ചാർജറിൽ ഉണ്ടാവുക. ചാർജിങ്ങിന് ശേഷം ഇതിൻ്റെ റബ്ബർ ടോപ്പ് അടച്ചു വെക്കണം. എങ്കിൽ മാത്രമാണ് ഔട്ട്ഡോർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വാട്ടർ പ്രൂഫ് ആക്കി ഉപയോഗിക്കാൻ കഴിയുക. പിന്നെ ഇതിൻ്റെ സ്വിച്ചിൻ്റെ മുകളിൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു റിങ് വെച്ചിട്ടുണ്ട്. അത് എടുത്ത് ഒഴിവാക്കിയെങ്കിൽ മാത്രമാണ് നമുക്കിത് ഓൺ ചെയ്യാൻ സാധിക്കുക. ഇതിൻ്റെ സ്വിച്ച് ആദ്യത്തെ പ്രസ്സിങ്ങിൽ ഡിം ലൈറ്റും രണ്ടാമത്തെ പ്രസ്സിങ്ങിൽ ഫുൾ ബ്രൈറ്റുമാണ് ഉണ്ടാവുക. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് DP7228A എന്ന മോഡലിലുള്ള 4000 mAh ബാറ്ററിയുള്ള വാട്ടർ പ്രൂഫ് ഹെഡ്ലൈറ്റ് ആണ്. DP കമ്പനിയുടെ ഇതേപോലത്തെ തന്നെ 2000 mAhന്റെ ഹെഡ്ലൈറ്റും നമുക്ക് വാട്ടർ പ്രൂഫായിട്ട് അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 2000 mAhന്റെ ഹെഡ്ലൈറ്റ് ആണ്. രണ്ടും തമ്മിൽ കാഴ്ചക്ക് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. 4000 mAhന്റെ ഹെഡ്ലൈറ്റിൽ 2000 mAhന്റെ 2 ബാറ്ററികളും 2000 mAhന്റെ ഹെഡ്ലൈറ്റിൽ 2000 mAhന്റെ ഒരു ബാറ്ററിയുമാണ് ഉള്ളത്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ ബാറ്ററി ഇടുന്ന ഭാഗത്തെ വലിപ്പ വ്യത്യാസം കണ്ടാൽ തന്നെ മനസ്സിലാവും. DP7228A എന്ന മോഡൽ നമ്പറിലുള്ള 4000 mAhന്റെ ഹെഡ്ലൈറ്റ് വീക്ക് ലൈറ്റിൽ 18 മണിക്കൂറും ഫുൾ ബ്രൈറ്റിൽ 9 മണിക്കൂറും ചാർജ് നിൽക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇത്രയൊന്നും കിട്ടിയില്ലെങ്കിലും ഇതിന്റെ അടുത്ത് വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരുപാട് നേരം ചാർജ് നിൽക്കും എന്നുള്ളതും വാട്ടർ പ്രൂഫ് ആണ് എന്നുള്ളതുമാണ് നമ്മൾ ഇത് സൈക്കിളിൽ ഫിറ്റ് ചെയ്യാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം. DP7229A എന്ന 2000 mAhന്റെ മോഡലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ 4000 mAhന്റെ മോഡലിന് കിട്ടുന്നതിൻ്റെ നേർപകുതി സമയം അതിനും ലഭിക്കും. ഈ 2 ഹെഡ്ലൈറ്റിൻ്റെയും വിശദമായ വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തതാണ്. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ലിങ്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നമ്മൾ സാധാരണ തലയിൽ വെക്കുന്ന ഹെഡ്ലൈറ്റ് എങ്ങനെ നമ്മുടെ സൈക്കിളിൻ്റെ ഹാൻഡിലിൽ ഫിറ്റ് ചെയ്യും എന്നുള്ളത്. അത് വളരെ സിമ്പിളാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു വയർ ടൈ മാത്രം ഉണ്ടായാൽ മതി. ഞാനിവിടെ 25 സെൻറ്റിമീറ്റർ നീളമുള്ള നല്ല നീളമുള്ള ഒരു വയർ ടൈ ആണ് എടുത്തിട്ടുള്ളത്. ഒറ്റ വയർ ടൈ ഉപയോഗിച്ചിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ സൈക്കിളിൻ്റെ ഹാൻഡിലിലേക്ക് ഈ ഹെഡ്ലൈറ്റിനെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഹെഡ്ലൈറ്റിൻ്റെ സ്ട്രാപ്പ് ഇടുന്ന ഭാഗത്ത് ഇതുപോലെ ഈ ഒറ്റ വയർ ടൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ക്രോസ് ആയിട്ട് കെട്ടുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ സൈക്കിളിൻ്റെ ഹാൻഡിലിലേക്ക് ഇതിനെ എങ്ങോട്ടും ഇളകി പോകാത്ത രീതിയിൽ ഉറപ്പിച്ച് തന്നെ നിർത്താൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഫിറ്റ് ചെയ്ത ഭാഗം ഇളകാതിരിക്കാൻ ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു ഡബിൾ സൈഡ് ടേപ്പിൻ്റെ കഷ്ണം കൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല മിനുസമുള്ള സ്ഥലത്ത് ഫിറ്റ് ചെയ്യുകയാണെങ്കിലും അത് ഇളകാതെ അവിടെ നിന്നോളും. കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി ഞാനിത് സൈക്കിളിൽ തന്നെ ഫിറ്റ് ചെയ്ത് കാണിക്കാം. നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള സൈക്കിൾ ഇവിടെ റെഡിയാണ്. 2000 mAhന്റെ DP ഹെഡ്ലൈറ്റ് ആണ് നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. 2000 mAhന്റെ ആണെങ്കിലും 4000 mAhന്റെ ആണെങ്കിലും ഫിറ്റിംഗ് എല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഡബിൾ സൈഡ് ടേപ്പിൻ്റെ കഷ്ണവും വയർ ടൈയും എടുത്തിട്ടുണ്ട്. 25 സെൻറ്റിമീറ്ററിൻ്റെ വയർ ടൈ ആണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹെഡ്ലൈറ്റ് വെക്കേണ്ട സ്ഥലത്ത് ഹാൻഡിലിൽ ഇതുപോലെ ഡബിൾ സൈഡ് ടേപ്പിൻ്റെ കഷ്ണം ഒട്ടിച്ച് വെക്കുക. അതിലേക്കാണ് നമ്മൾ ഹെഡ്ലൈറ്റ് വെക്കാൻ പോകുന്നത്. ഇത്തരം ഹെഡ്ലൈറ്റ് നമ്മൾ തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് വള്ളി ഇടുന്ന ഭാഗമാണ് ഹാൻഡിലിലേക്ക് ഉറപ്പിച്ച് വെക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഹെഡ്ലൈറ്റിൻ്റെ ലൈറ്റ് വരുന്ന ഫ്രണ്ട് ഭാഗം പൊക്കുവാനും താഴ്ത്തുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഈ ലൈറ്റിനെ ക്രമീകരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ വള്ളി ഇടുന്ന ഭാഗം ഇതുപോലെ ഈ വയർ ടൈ ഉപയോഗിച്ചിട്ട് ക്രോസ് ആയിട്ട് കെട്ടിയിട്ട് ഇവിടെ ഉറപ്പിക്കുകയാണ്. അത് നിങ്ങൾക്ക് അത് എങ്ങനെയാണോ നിങ്ങളുടെ സൈക്കിളിൻ്റെ ഹാൻഡിലിന് മാച്ചിങ് ആവുന്നത് ആ രീതിയിലൊക്കെ ഈ വയർ ടൈ ഉപയോഗിച്ചിട്ട് കെട്ടാവുന്നതാണ്. അതിന് നമ്മൾ പ്രത്യേകം ഒരു ക്ലാമ്പോ മറ്റോ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഫിറ്റിംഗ് വളരെ സിമ്പിളാണ്. ഇതിൻ്റെ സ്ട്രാപ്പ് ഇടുന്ന സൈഡിലുള്ള ഹോളിലൂടെയാണ് ആദ്യം നമ്മൾ വയർ ടൈ കോർത്തെടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഹാൻഡിലിന് ചുറ്റി വന്നിട്ട് അത് ബാക്കിലൂടെ ഈ നടുവിലുള്ള സ്ട്രാപ്പ് ഇടുന്ന ഭാഗത്തൂടെ മുകളിലേക്ക് പൊക്കിയെടുക്കുന്നു. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഭാഗത്തു കൂടെ ഈ ഹാൻഡിലിൻ്റെ മുന്നിലേക്ക് കോർത്തെടുക്കുന്നു. വീണ്ടും നമ്മളത് ഹാൻഡിലിൻ്റെ അടിയിലൂടെ ചുറ്റി നടുവിലുള്ള ഹോളിലൂടെ മുകളിലേക്ക് ഇതുപോലെ പൊക്കിയെടുക്കണം. എന്നിട്ട് പിന്നെ നമ്മളത് ആ വയർ ടൈയുടെ സ്റ്റാർട്ടിങ്ങുമായിട്ട് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അത് നന്നായിട്ട് തന്നെ വലിച്ച് ടൈറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന സൈക്കിളിൻ്റെ ഹാൻഡിൽ മറ്റൊരു ഷേപ്പിലാണെങ്കിൽ അതിന് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് പറ്റിയ രീതിയിൽ നന്നായിട്ട് തന്നെ കെട്ടി ഇതുപോലെ മുറുക്കി വെച്ചാൽ മതി. നമ്മുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ സ്ട്രാപ്പ് ഇടുന്ന ഭാഗം തന്നെ ഇതുപോലെ കെട്ടി വെക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഹെഡ് നമുക്ക് വേണ്ട ആംഗിളിലേക്ക് ചലിപ്പിക്കാൻ പറ്റുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഈ ഹെഡ്ലൈറ്റിൽ നിന്ന് വരുന്ന പ്രകാശം മുകളിലേക്കോ താഴേക്കോ ഒക്കെ കിട്ടുന്ന രീതിയിൽ നമുക്ക് ആവശ്യാനുസരണം ഇതിനെ ക്രമീകരിക്കാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് സൈക്കിളിന് മാത്രമായിട്ട് ഫിറ്റ് ചെയ്യാവുന്ന റെഡിമെയ്ഡ് ഹെഡ്ലൈറ്റുകളാണ്. അതിൽ തന്നെ ഇൻഡിക്കേറ്റർ ഉള്ളതും ഹോൺ ഉള്ളതും ഒക്കെ ആയിട്ടുള്ള അടിപൊളി മോഡലുകളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ കാണിക്കുന്നതിന് മുമ്പ് ഈ ഒരു ഹെഡ്ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നത് കാണിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അത്തരം ഹെഡ്ലൈറ്റുകളെ അപേക്ഷിച്ചിട്ട് ഇതിന് വില കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ ടോർച്ചുകളെ പോലെ നല്ല പ്രകാശവും ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. ഇനി നമുക്ക് സൈക്കിളിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമായിട്ട് വരുന്ന കുറച്ച് ലൈറ്റുകൾ പരിചയപ്പെടാം. ഇപ്പോൾ ഈ കാണുന്ന LY16 എന്ന മോഡൽ വളരെ കോമൺ ആയിട്ട് എല്ലാവരും സൈക്കിളിൽ ഉപയോഗിക്കുന്ന ഒരു മോഡലാണ്. നമ്മൾ നേരത്തെ സൈക്കിളിൽ ഫിറ്റ് ചെയ്ത ഹെഡ്ലൈറ്റിനേക്കാൾ ഇതിന് വില കൂടുതലാണെങ്കിലും അതിനേക്കാൾ ഇതിൽ ഒരുപാട് ഓപ്ഷനുകൾ കൂടുതലുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ ഞാൻ ഈ ലൈറ്റ് കവറിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു വയർ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലൈറ്റ് നമ്മുടെ സൈക്കിളിൻ്റെ ഹാൻഡിലിൽ ഫിറ്റ് ചെയ്യാനുള്ള സംവിധാനം ഇതിൻ്റെ കൂടെയുണ്ട്. അതുപോലെ തന്നെ ഇത് ചാർജ് ചെയ്യാനുള്ള ചാർജിങ് കേബിൾ ഉണ്ട്. അത്രയുമാണ് ഈ പാക്കിൽ ഉള്ളത്. നമുക്ക് ചാർജ് ചെയ്യാനും മറ്റുമൊക്കെ സൗകര്യത്തിന് ഇതിൽ ഹാൻഡിലിൽ വെക്കുന്ന ഭാഗം അവിടെ സ്ഥിരമായിട്ട് വെച്ചിട്ട് ലൈറ്റ് അതിൽ നിന്ന് ഊരിയെടുക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്ലിപ്പ് വരുന്നത്. ഈ സ്ട്രാപ്പുള്ള ഭാഗം ഇതുപോലെ നീക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ ലോക്കാവും. പിന്നെ നമുക്ക് ഊരിയെടുക്കണമെങ്കിൽ ഇവിടെ പ്രസ് ചെയ്യാനൊരു ബട്ടൺ ഉണ്ട്. അതിൽ പ്രസ് ചെയ്തിട്ട് പുറകിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഊരിയെടുത്ത് ചാർജ് ചെയ്യാനും മറ്റുമൊക്കെ ഉപയോഗിക്കാം. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഓണാക്കാനുള്ള സ്വിച്ച് വരുന്നത് ലൈറ്റിൻ്റെ മുകളിൽ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്വിച്ച് തന്നെയാണ്. അത് പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഓരോ മോഡുകൾ മാറും. ആദ്യത്തെ പ്രസ്സിങ്ങിൽ ഡിമ്മായിട്ടും രണ്ടാമത്തെ പ്രസ്സിങ്ങിൽ ബ്രൈറ്റ് ആയിട്ടും മൂന്നാമത് പ്രസ് ചെയ്യുമ്പോൾ ഫ്ലാഷ് ലൈറ്റ് ആയിട്ടുമാണ് ഈ ലൈറ്റ് വർക്ക് ചെയ്യുന്നത്. ഈ ലൈറ്റിൻ്റെ കൂടെ ഒരു വയറും അതിലൊരു സ്ട്രാപ്പും തൂങ്ങിക്കിടക്കുന്നുണ്ട്. അതിൽ ഒരു ബട്ടണും കൂടിയുണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് ഇതിലുള്ള ഹോൺ വർക്ക് ചെയ്യുന്നത്. വ്യത്യസ്തമായ ഒരുപാട് ട്യൂണുകളിൽ നമുക്കിതിലുള്ള ഹോൺ ഉപയോഗിക്കാനാവും. നിങ്ങൾക്കിവിടെ കാണാം, ഈ ഹെഡ്ലൈറ്റിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു വട്ടത്തിലുള്ള ഭാഗം, അവിടെ നിന്നാണ് ഇതിൻ്റെ സൗണ്ട് പുറത്തേക്ക് വരുന്നത്. ഹോണിൻ്റെ സ്വിച്ച് നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൗണ്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ട്യൂണുകളുണ്ട്. അതെല്ലാം മാറ്റണമെങ്കിൽ നമ്മൾ ഇത് ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് മാറ്റാം. ഒരുപാട് ദൂരേക്ക് കേൾക്കുന്ന നല്ല ഉച്ചത്തിലുള്ള സൗണ്ട് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. LY16 എന്ന മോഡൽ നമ്പറിലുള്ള ഈ ലൈറ്റും ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള പോർട്ട് ഇതിൻ്റെ പുറകിലായിട്ടാണ് ഉള്ളത്. അത് സാധാരണ V8 സോക്കറ്റ് തന്നെയാണ്. നമ്മുടെ കയ്യിലുള്ള സാധാരണ മൊബൈൽ ഫോണിൻ്റെ ചാർജർ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാം. ചാർജിങ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഇൻഡിക്കേഷൻ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇത് എത്രത്തോളം ചാർജ് ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഇതിൽ ഒരു പോയിന്റ് മാത്രമാണ് ചാർജ് ആകാനുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ ബാറ്ററി എത്രത്തോളം ചാർജ് തീരുന്നുണ്ട് എന്നും ഈ ഇൻഡിക്കേറ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹോണിൻ്റെ സ്വിച്ചിലേക്കുള്ള വയർ ചെറുതാണെങ്കിലും ഇതുപോലെ സ്പ്രിങ് പോലെയാണ്. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ വലിച്ചു നീട്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് ഹോണിൻ്റെ സ്വിച്ചിനെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ലൈറ്റും ഹോണുമുള്ള വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു മോഡലാണ് FY037 എന്ന ഈ ഒരു മോഡൽ. LY16 വളരെ ചീപ്പ് റേറ്റിന് കിട്ടുന്ന ഈ മോഡലിന് എന്തൊക്കെയാണ് പ്രത്യേകതകളുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനും ഹാൻഡിലിൽ ഫിറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് പ്രവർത്തിക്കുന്നത് റീചാർജബിൾ ആയിട്ടല്ല. ഇതിൽ 3 ബാറ്ററികൾ ഇട്ട് കൊടുക്കണം. AAA സൈസിലുള്ള 3 ബാറ്ററികളിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിന് ബാറ്ററി ചാർജ് തീരുമ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കണം എന്നുള്ളതൊരു ന്യൂനതയാണ്. അതുപോലെ തന്നെ LY16 അപേക്ഷിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ ലൈറ്റ് അതിൻ്റെ അത്രയും കിട്ടില്ല. ഇതിൽ ചെറിയ LEDകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടിൻ്റെയും വെളിച്ച വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ബാറ്ററി ഇടുന്ന ടൈപ്പിനുള്ള വെളിച്ചം ആകെ ഇത്രയാണ് കിട്ടുന്നത്. അതിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ LY16 എന്ന മോഡൽ ഓണാക്കിയപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, അതിന് നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. ഈ ബാറ്ററി ഇടുന്ന ടൈപ്പിന് ക്വാളിറ്റിക്ക് അനുസരിച്ച് 200-250 രൂപയുടെ ഇടയിലൊക്കെയാണ് വില വരുന്നത്. കുട്ടികളൊക്കെ ഉപയോഗിക്കുമ്പോൾ വീടിനടുത്ത് ചെറിയ ദൂരത്തിലൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു ലൈറ്റ് തന്നെ ധാരാളം മതി. ഇതിലെ ഹോൺ വരുന്നത് ആദ്യം കാണിച്ച ലൈറ്റിലേതുപോലെയല്ല. ഇത് ഓരോ തവണ പ്രസ് ചെയ്യുമ്പോഴും ഇതിൻ്റെ ശബ്ദം മാറിക്കൊണ്ടിരിക്കും. ഇതുപോലെ ബാറ്ററി ഇട്ട് പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ ഒരുപാട് പേർ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ലൈറ്റുകൾ മൊബൈൽ ചാർജർ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുന്നതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അത് നമുക്ക് പിന്നീട് ചെയ്യാം. ഇനി നിങ്ങളുടെ കയ്യിൽ ലൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഹോണാണ് ആവശ്യമെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് പരീക്ഷിക്കാവുന്നതാണ്. ഇത് സൈക്കിളിൽ വെക്കാവുന്ന ഹോൺ മാത്രമാണ്.
ഇതും പ്രവർത്തിക്കുന്നത് AAA സൈസിലുള്ള ബാറ്ററികൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. ഇതിൽ ബാറ്ററി ഇടാനുള്ള ഒരു ഭാഗം നിങ്ങൾക്കിവിടെ കാണാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് 2 AAA ബാറ്ററികളാണ് ഇട്ട് കൊടുക്കേണ്ടത്. അത് പോസിറ്റീവും നെഗറ്റീവും നോക്കി ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിലായിട്ട് ഇത് ഓൺ ചെയ്യാനുള്ള ഒരു സ്വിച്ച് ഉണ്ട്. അത് സാധാരണ ഹോണിൻ്റെ സ്വിച്ച് പോലെ പ്രസ് ബട്ടനാണ്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹോൺ വർക്ക് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കേൾക്കാം ഹോൺ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ജോഡിയായിട്ട് വരുന്ന 2 ലൈറ്റുകളാണ്. അത് റെഡും വൈറ്റുമാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് നമുക്ക് ഇൻഡിക്കേറ്റർ ആയിട്ടും ഹസാർഡ് ലൈറ്റ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. നിസ്സാര വിലക്ക് ജോഡിയായിട്ട് വാങ്ങാൻ കിട്ടുന്ന ഇവ ഇതിൻ്റെ മുകളിലുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിലുള്ള മോഡുകൾ മാറും. ഇത് 2 രീതിയിലുള്ള ഫ്ലാഷും പിന്നെ ഒരു കത്തി നിൽക്കുന്ന രീതിയിലുമാണ് ഇതിലെ ലൈറ്റ് ഉള്ളത്. ഇതുപോലെ ഈ സ്ട്രാപ്പ് ക്ലിപ്പിലേക്ക് വലിച്ചിട്ടുകൊണ്ട് നമുക്ക് ഹാൻഡിലിലോ അല്ലെങ്കിൽ സൈക്കിളിൻ്റെ പുറകിലോ ഒക്കെ ഫിറ്റ് ചെയ്യാം. ഇതിലുള്ള ബട്ടൺ ഞെക്കുന്നതിനനുസരിച്ച് ഇതുപോലെയാണ് ഇതിൻ്റെ മോഡുകൾ മാറുന്നത്. ഇനി വേറൊരു പവർഫുൾ ആയിട്ടുള്ള ലൈറ്റ് കാണിക്കാം. ഇതും ഒരു കിടിലൻ ഐറ്റം തന്നെയാണ്. ഇതും നമുക്ക് സൈക്കിളിൻ്റെ ഹാൻഡിലിൽ ഈസി ആയിട്ട് വെക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ഈ റബ്ബർ ട്യൂബ് ഇതിലേക്ക് ഈ ക്ലിപ്പിലേക്ക് വെച്ചിട്ട് കഴിഞ്ഞാൽ ഹാൻഡിലിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ക്രമീകരിക്കാവുന്ന ഹോളുകളും അതിലുണ്ട്. അതിനനുസരിച്ച് ഫിറ്റ് ചെയ്ത് വെക്കാം. മറ്റു ലൈറ്റുകളിൽ കാണിച്ചതുപോലെ തന്നെ ഇതിലെ ബട്ടൺ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് മോഡുകൾ മാറും. മറ്റു ലൈറ്റിനെ അപേക്ഷിച്ച് ഇതിലെ ഒരു റെഡ് ലൈറ്റ് അധികമുണ്ട്. 2 സൈഡിലും 2 ലൈറ്റുകളുണ്ട്. അത് ഫ്ലാഷ് ചെയ്യുന്ന രീതിയിലോ കത്തിക്കിടക്കുന്ന രീതിയിലോ ഒക്കെ നമുക്ക് ക്രമീകരിക്കാം. ഇതിലും റീചാർജബിൾ ബാറ്ററി തന്നെയാണ് വരുന്നത്. V8 ചാർജർ ഉപയോഗിച്ചിട്ട് നമുക്കിത് ചാർജ് ചെയ്യാൻ പറ്റും. ഇനി കാണിക്കുന്നത് ഹസാർഡ് ലൈറ്റ് ആയിട്ടും ഇൻഡിക്കേറ്ററൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ലൈറ്റാണ്. ഇതിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഇതിൽ റീചാർജബിൾ തന്നെയാണ്. V8 ചാർജർ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാം. ഇതിൻ്റെ കൂടെ 2 റബ്ബർ ബാൻഡാണ് കിട്ടുന്നത്. ഇതിലുള്ള ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഹാൻഡിലിൽ വലിയതോ അല്ലെങ്കിൽ ചെറിയതോ ആയിട്ടുള്ള റബ്ബർ ബാൻഡ് ഉപയോഗിച്ചിട്ട് അത് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഒരു ചെറിയ ബട്ടണാണുള്ളത്. ആ ബട്ടൺ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇതിലുള്ള ഓരോ മോഡുകളും വ്യത്യാസപ്പെടും. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ലൈറ്റ് ഇതിൽ ക്രമീകരിച്ച് വെക്കാൻ പറ്റും. ഇതിന് നമുക്ക് ബ്രേക്ക് ലൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇതിൽ ഒരുപാട് മോഡുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റർ ആയിട്ടാണെങ്കിൽ ഒരു സൈഡിലേക്ക് നീങ്ങുന്ന രീതിയിൽ അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ മറുഭാഗത്തേക്ക് നീങ്ങുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെ ആക്കാം. സൈക്കിൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ലൈറ്റ് തെളിയുന്ന രീതിയിൽ എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളത് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. ഇനി കാണിക്കുന്നത് സൈക്കിളിൽ പോകുമ്പോഴും നടക്കാൻ ഇറങ്ങുമ്പോഴും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഒരു കിടിലൻ ലൈറ്റാണ്. ഇത് സൈക്കിളിൻ്റെ ഹാൻഡിലിൽ വെക്കുന്നതല്ല, ഇത് നമ്മുടെ തലയിൽ തന്നെയാണ് വെക്കുന്നത്. സാധാരണ ഹെഡ്ലൈറ്റ് പോലെ ഇതിന് തലയിൽ വെക്കുവാനുള്ള സ്ട്രാപ്പൊക്കെ ഉണ്ട്. ഇതിൻ്റെ ബാക്ക് ഭാഗത്തുള്ള ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററികളാണ് 2 ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത്. അത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഇതും റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മളിതിൽ ബാറ്ററി ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മളിത് ഓൺ ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ സ്വിച്ച് വരുന്നത് ആ ലൈറ്റിൻ്റെ മുകളിൽ തന്നെയാണ്. അത് പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ മോഡുകൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഡിമ്മായിട്ടും ബ്രൈറ്റായിട്ടും ഫ്ലാഷറായിട്ടും ഒക്കെ വർക്ക് ചെയ്യും. ഇതിൻ്റെ ബാറ്ററി ബോക്സിൻ്റെ പുറകിലുള്ള റെഡ് ഇൻഡിക്കേറ്ററും ഇതിൻ്റെ കൂടെ തന്നെ പ്രവർത്തിക്കും. അത് നമ്മുടെ തലയുടെ പുറകിലായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ പുറകിൽ വരുന്ന വാഹനങ്ങൾക്കും അതുപോലെ നമ്മൾ നടക്കുകയൊക്കെ ആണെങ്കിൽ നമ്മുടെ പുറകെ വരുന്ന വാഹനങ്ങൾക്ക് നമ്മളെയൊക്കെ കാണാൻ ഇത് വളരെ സഹായകരമായിരിക്കും. അടുത്തതായിട്ട് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ കാണിച്ചതിൻ്റെ അതേ മാതൃകയിലുള്ള മറ്റൊരു ടോർച്ചാണ്. ഇതിൻ്റെ മോഡലിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. ഇതിൻ്റെ ഫ്രണ്ടിൽ 3 റിഫ്ലക്ടറുകളായിട്ടാണ് ഇതിൻ്റെ ലൈറ്റ് വരുന്നത്. ഇതിലും 2 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ നടുവിലെ ലൈറ്റിന് മുകളിലായിട്ടാണ് സ്വിച്ച് വരുന്നത്. ഇത് ഓരോ പ്രാവശ്യവും പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ മോഡുകൾ മാറിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ സൈഡിലുള്ള 2 ലൈറ്റുകൾ ഒരുമിച്ചോ അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചോ ഒക്കെ ഇത് നമുക്ക് ഈ സ്വിച്ച് ഉപയോഗിച്ചിട്ട് മാറ്റാൻ പറ്റും. നേരത്തെ കാണിച്ച ലൈറ്റ് പോലെ തന്നെ ഇതിൽ പുറകിൽ റെഡ് ഇൻഡിക്കേറ്റർ ഉണ്ട്. ചാർജ് ചെയ്യാനുള്ള ചാർജർ ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. ഇനി കാണിക്കാൻ പോകുന്നത് സൈക്കിൾ യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്പെടുന്ന മറ്റൊരു പ്രൊഡക്റ്റാണ്. ഇത് ലൈറ്റ് അല്ല, ഇതൊരു മൊബൈൽ ഹോൾഡറാണ്. ഇത് നമുക്ക് സൈക്കിളിൻ്റെ ഹാൻഡിൽ ഈസി ആയിട്ട് ഫിറ്റ് ചെയ്ത് വെക്കാം. അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഇതിൻ്റെ ഹോൾഡറിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഇതിലുള്ള ക്ലിപ്പ് ഇതുപോലെ സൈഡിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഫോൺ നമുക്കതിലേക്ക് വെക്കാം. പിന്നെ അതിൻ്റെ താഴെയായിട്ടുള്ള ഈ റബ്ബർ ഇതുപോലെ എല്ലാ കോണുകളിലേക്കും വലിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ യാത്രക്കിടയിൽ ഈ ഫോൺ തെറിച്ചു പോകുമെന്ന പേടിയും വേണ്ട. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ ഫോൺ വളരെ സേഫായിട്ട് തന്നെ ഈ ഹോൾഡറിൽ നിൽക്കുന്നുണ്ട്. സാധാരണ എല്ലാ മൊബൈൽ ഹോൾഡറുകളുടെയും പോലെ തന്നെ ഇത് നമുക്ക് ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും ഇതുപോലെ തിരിച്ചു വെക്കുകയും ചെയ്യാം. ആദ്യം നമ്മൾ തലയിൽ വെക്കുന്ന സാധാരണ ഹെഡ്ലൈറ്റ് ആണ് സൈക്കിളിൽ ഫിറ്റ് ചെയ്ത് കാണിച്ചത്. ഇത്തരത്തിലുള്ള റെഡിമെയ്ഡ് സൈക്കിൾ ലൈറ്റുകൾ നിങ്ങൾക്ക് എങ്ങനെ സൈക്കിളിൽ വെക്കാം എന്നുള്ളതിൻ്റെ ചെറിയൊരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ട് LY16 എന്ന മോഡൽ നമ്പറിലുള്ള ഈ സൈക്കിൾ ലൈറ്റ് ഞാൻ ഈ സൈക്കിളിലൊന്ന് ഫിറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്. ഇതിലുള്ള ആ ഫിറ്റ് ചെയ്യാനുള്ള ഭാഗം ഇതുപോലെ റബ്ബർ ഈ ക്ലിപ്പിലേക്ക് വലിച്ചിടാൻ മാത്രമാണ് ഉള്ളത്. പിന്നെ നമുക്കതിൽ ഫിറ്റ് ചെയ്യാനുള്ളത് ആകെ ഹോണിൻ്റെ സ്വിച്ച് മാത്രമാണ്. അതും ഇതേ സംവിധാനത്തിലൂടെ തന്നെയാണ് ഫിറ്റ് ചെയ്യാനുള്ളത്.
ഹോണിന്റെ ബട്ടൺ പ്രസ് ചെയ്യാൻ എവിടെയാണോ നിങ്ങൾക്ക് സൗകര്യപ്രദമെന്ന് നോക്കിയിട്ട് അവിടെ നിങ്ങൾക്ക് ഈ സ്വിച്ച് വെക്കാവുന്നതാണ്. ഇതിന്റെ വയർ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങോട്ട് വേണമെങ്കിലും നീട്ടാവുന്നതാണ്. ഞാനിപ്പോൾ തൽക്കാലം ലൈറ്റിന്റെ അടുത്ത് തന്നെയാണ് ഹോണിന്റെ സ്വിച്ചും വെച്ചിട്ടുള്ളത്. ഇതുപോലെ ഏതൊരു സാധാരണക്കാർക്കും വളരെ സിമ്പിളായിട്ട് ഇത്തരത്തിലുള്ള ലൈറ്റുകൾ സൈക്കിളിൽ വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ലൈറ്റ് ഉപയോഗിച്ചിട്ട് രാത്രിയിൽ എത്ര വെളിച്ചം കിട്ടുന്നുണ്ട് എന്ന് കൂടി നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം. ഇപ്പോൾ രാത്രിയിൽ നമ്മൾ സൈക്കിൾ ഉപയോഗിച്ചിട്ട് യാത്ര ചെയ്യുകയാണ്. നല്ല പ്രകാശം തന്നെ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇതേ പ്രകാശം തന്നെ നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്ത് കാണിച്ച സാധാരണ ഹെഡ്ലൈറ്റിൽ നിന്ന് ലഭിക്കുമെന്ന് മാത്രമല്ല, കൂടുതൽ സമയവും നമുക്ക് ആ ലൈറ്റ് ഉപയോഗിച്ചിട്ട് യാത്ര ചെയ്യാൻ പറ്റും. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പലതരത്തിൽപ്പെട്ട സൈക്കിൾ ലൈറ്റുകളും ഹെഡ് ലൈറ്റുകളും ഫോൺ ഹോൾഡറുകളും എല്ലാം നിങ്ങൾക്ക് കൊറിയറായിട്ട് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുന്നതിനും ഇത്തരം പ്രോഡക്റ്റുകൾ ഓൺലൈനായിട്ട് വാങ്ങുന്നതിനും ഒക്കെയുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്